വീട്ടുജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഈ സ്ത്രീ 3 വട്ടിപ്പലിശക്കാരിൽ നിന്നായി 85,000 രൂപ കടമെടുത്തിട്ടുണ്ട്. നോട്ട് നിരോധനത്തെ തുടർന്ന് ജോലിയില്ലാതായതോടെ 1 മാസമായി തിരിച്ചടവ് മുടങ്ങി. ഏജന്റുമാരുടെ നിരന്തര ഭീഷണിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ലെന്ന് ഇവർ പറഞ്ഞു. മക്കൾക്ക് പഠിക്കണമെങ്കിൽ ഓരോരുത്തരോട് വാങ്ങി പണയം വെക്കും, പിന്നെ അവർക്ക് തിരിച്ചു കൊടുക്കണ്ടേ. അന്നേരം ഈ നിന്ന് വാങ്ങിയിട്ട് അതോർക്ക് തിരിച്ചു കടക്കണി വിഷമം തോന്നും. ശരിക്കും ഓല് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം മനസ്സിൽ തോന്നുന്നു ഇവരൊക്കെ തരുമെന്ന് പറഞ്ഞിട്ടല്ലേ വാങ്ങുന്നത്. തരുമെങ്കിലും നമ്മളങ്ങ് വാങ്ങിപ്പോകുകയല്ലേ. ബന്ധുക്കളുടെ ചികിത്സ, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് മിക്കവരും വായ്പ എടുക്കുന്നത്. ബാങ്കുകളിൽ നിന്ന് കടമെടുക്കുന്നതിനേക്കാൾ ലളിതമായ നടപടിക്രമങ്ങൾ മാത്രമാണെന്നുള്ളതാണ് ഇതിന്റെ ആകർഷണം. ബാങ്കിൽ പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ 2-3 മാസം പിടിക്കും. ഇതാണെങ്കിൽ ആൾജാമ്യം അങ്ങനത്തെ ഒന്നും വേണ്ട, ബാങ്കിന് പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് സൗകര്യമാണ്. പിന്നെ വീട്ടിൽ കാശെത്തും. ജീവിതാവശ്യങ്ങൾ ഈ സ്ത്രീകളെ വീണ്ടും വീണ്ടും കടക്കണിയിലേക്ക് തള്ളിവിടുകയാണ്. AP ഭവിത, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.